ശൈലജ ടീച്ചറിന് ഇത്തവണ സ്ഥാനാർത്ഥിത്വം നൽകണ്ട എന്നുള്ളൊരു തീരുമാനം പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും പുറത്തേക്ക് വരുന്നുണ്ട്. എന്നാൽ ഇത് ശരിയാണോ ഈ ഒരു സമീപനം? പാർട്ടി ആ സർവേകളിലെല്ലാം മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് ഏറ്റവും കൂടുതൽ ശതമാനം വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരാൾ വി ഡി സതീശനാണ്. 100 സീറ്റോളം കിട്ടിയില്ലെങ്കിൽ തന്നെയും ഒരു 80 മുതൽ 85 വരെ സീറ്റുകൾ നേടാൻ സാധ്യതയുള്ള ഒരു മുന്നണിയായി UDF മാറുകയും ചെയ്യുന്നു. പല സർവേ ഫലങ്ങളും നമ്മളെടുത്ത് പരിശോധിച്ചാൽ മതി. ആശുപത്രിയിൽ മരുന്നില്ല, ഡോക്ടർമാരില്ല, സൗകര്യങ്ങളില്ല, കിടത്തി ചികിത്സിക്കാനുള്ള വകുപ്പുകളില്ല. ആകെ ജനറൽ ആശുപത്രികളും ജില്ലാ ആശുപത്രികളും എല്ലാം തകർന്ന് തരിപ്പണമായി താറുമാറായി കിടന്ന ഒരു കാലം. ഏകദേശം 5 വർഷക്കാലം മോർച്ചറിയിലിരുന്ന ഒരു വകുപ്പാണ് ശൈലജ ടീച്ചറിൻ്റെ കയ്യിലേക്ക് കിട്ടുന്ന ആരോഗ്യ വകുപ്പ്. നമസ്കാരം, SV ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എപ്പോഴും പറയാനുള്ളത് പോലെ തന്നെ നമ്മുടെ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ എല്ലാം കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത്. വിഷയത്തിലേക്ക് വരാം. വിഷയം നമ്മുടെ കേരളത്തിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ടതും ജനഹിതം അറിഞ്ഞുകൊണ്ട് നമ്മുടെ സഖാക്കന്മാർ LDF എന്ന് പറയുന്ന മുന്നണി പ്രവർത്തിക്കേണ്ടതുമായ ഒരു വളരെ സുപ്രധാനമായ രാഷ്ട്രീയ പരിതസ്ഥിതികളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയേണ്ടി വരും. അതായത് നമുക്കറിയാം, നിലവിൽ വനിതാ മന്ത്രിമാരെ വീണ്ടും സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിച്ചിരിക്കുന്നു CPM, ഇടതുപക്ഷം. അതോടൊപ്പം തന്നെ നിലവിലപ്പോൾ നമുക്ക് വീണ ജോർജ് വീണ്ടും മത്സരിക്കുന്നു. അങ്ങനെ വനിതകളായിട്ടുള്ള ആരൊക്കെ മന്ത്രിമാരുണ്ടോ അവർക്ക് വീണ്ടും മത്സരിക്കാം. അതേസമയം ഇവിടെ തിരസ്കരിക്കപ്പെട്ട ഒന്നാണ് ശൈലജ ടീച്ചർ. ശൈലജ ടീച്ചറിൻ്റെ പേര് എങ്ങും പറഞ്ഞു കേൾക്കുന്നില്ല. ശൈലജ ടീച്ചറിന് ഇത്തവണ സ്ഥാനാർത്ഥിത്വം നൽകണ്ട എന്നുള്ളൊരു തീരുമാനം പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും പുറത്തേക്ക് വരുന്നുണ്ട്. എന്നാൽ ഇത് ശരിയാണോ ഈ ഒരു സമീപനം? പാർട്ടി ഒന്ന് ഇരുത്തി ആലോചിക്കുന്നത് നല്ലതല്ലേ? കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ശൈലജ ടീച്ചറിനെ ഇതൊരു വിഭാഗീയതയുടെ പ്രശ്നമൊന്നുമല്ല. ശൈലജ ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം ജനം ആഗ്രഹിക്കുന്ന നേതാക്കന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്ന ഒരാളാണ്. ഇവിടെ നമ്മൾ ഇപ്പോൾ ശരിക്കും കനകോലു എന്ന് പറയുന്ന UDFൻ്റെ വലിയ തന്ത്രജ്ഞനായ ഒരു മനുഷ്യനോട് പടവെട്ടി മുന്നോട്ട് പോകേണ്ട ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിലൂടെയാണ് ഇടതുപക്ഷം ഇന്ന് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് യാതൊരു മാറ്റവുമില്ല, അത് അങ്ങനെ തന്നെയാണ്. കാരണം നാൾക്ക് നാൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഓരോ സംഭവ വികാസങ്ങളും പരിഗണിക്കുമ്പോൾ, ഓരോ കാര്യങ്ങളെയും എടുത്തു വെച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ, അതിനെല്ലാം അല്ലെങ്കിൽ ഓരോ രാഷ്ട്രീയ UDFിലെ ഓരോ പ്രതിപക്ഷ നേതാവിൻ്റെ കൃത്യമായ വാക്കുകളെടുത്ത് പരിശോധിക്കുമ്പോഴെല്ലാം ഇതിനകത്ത് വല്ലാത്ത രീതിയിൽ ഒരു തെറ്റിദ്ധരിപ്പിക്കൽ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം വസ്തുതയാണ്. ആ വസ്തുതയെ മറികടന്നുകൊണ്ട് വേണം ഇവിടെ വികസനം മാത്രം പറയുന്നത് കൊണ്ട് ഇവിടെ വോട്ട് കിട്ടുമോ എന്നുള്ളൊരു വലിയ പ്രശ്നം കൂടി നമ്മുടെ മുന്നിലുണ്ട്. വികസനം ചർച്ച ചെയ്താൽ മാത്രം നമുക്ക് വോട്ട് കിട്ടാൻ സാധ്യത വളരെ വളരെ കുറവാണ്. ഇവിടെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, വികസനത്തിനപ്പുറത്ത് നിന്നുകൊണ്ട് ഇവിടെ UDF പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കള്ളക്കഥകളുണ്ട്. അതായത് ഒരു കള്ളം 100 ആവർത്തി പറഞ്ഞാൽ അത് ഒരു ആവർത്തിയെങ്കിലും ജനം വിശ്വസിക്കുമെന്നേ, ആ രീതിയിലുള്ള നുണപ്രചരണങ്ങൾ നടന്നു വരുന്നുണ്ട്. അതോടൊപ്പം ഇപ്പോൾ മന്ത്രിമാരെ ആക്രമിക്കുന്ന തരത്തിലേക്ക് നീങ്ങുന്ന പുതിയ കനകോലുവിൻ്റെ തന്ത്രം. വീണ ജോർജിനെതിരെ അക്രമം ഉണ്ടാവുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു അക്രമം ഉണ്ടാകുന്നത്? അല്ലെ ഞങ്ങൾ ആക്രമിക്കും എന്നുള്ള രീതിയിൽ ഇവിടെ ഒരു പ്രതീതി സൃഷ്ടിക്കുന്നു. എന്തിനു വേണ്ടിയാണ്? സ്വാഭാവികമെന്നോണം ഈ ഒരു അക്രമത്തെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഇടതുപക്ഷത്തെ DYFIക്കാരും അതോടൊപ്പം തന്നെ സഖാക്കന്മാരും രംഗത്തേക്ക് ഇറങ്ങുമെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ആ ഉറപ്പിൻ്റെ പിൻബലത്തിൽ അപ്പോൾ പറയുകയാണ്, ഇവിടെ എന്താ സംഭവിക്കുക? വീണ ജോർജിനെ ഞങ്ങൾ അങ്ങനെ ആക്രമിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ ആക്രമിക്കാതിരുന്നിട്ട് കൂടി ഇവിടുത്തെ ഇടതുപക്ഷത്തിലുള്ള ആൾക്കാർ ഞങ്ങളെ വ്യാപകമായി ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു സാധനം വരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ മാധ്യമങ്ങൾ എന്താ ചെയ്യുക? ഇവിടെ പല മാധ്യമങ്ങളും, പേരെടുത്ത് പറയുന്നില്ല, പല മാധ്യമങ്ങളും ഈ കനകോലുവിൻ്റെ നിർദ്ദേശപ്രകാരം UDF നൽകിയ പണം ഉപയോഗിച്ചുകൊണ്ട് നിൽക്കുന്നവരാണ്. അവർ സ്വാഭാവികമെന്നോണം ഈ ഇടത് ഭരണത്തെ അല്ലെങ്കിൽ ഇടതുപക്ഷക്കാരെ കംപ്ലീറ്റ് കരിവാരി തേക്കാനുള്ള എല്ലാ രീതിയിലും അച്ചുനിരത്തൽ നടത്തും. അപ്പോൾ അതോടുകൂടി ഇടതുപക്ഷത്തുള്ള യുവജനങ്ങളും അതോടൊപ്പം തന്നെ സഖാക്കന്മാരുമെല്ലാം എന്തോ വലിയ പ്രശ്നക്കാരാണ് എന്ന് പറയുന്ന ഒരു പൊതു ചിന്താധാര സമൂഹത്തിൽ ഉണ്ടാക്കി വയ്ക്കുന്നതിന് കാരണമായി തീരുകയും ചെയ്യും. അപ്പോൾ ഇതിങ്ങനെ വരുമ്പോൾ ഇത് തീർച്ചയായിട്ടും ഇതെല്ലാം ഇടതുപക്ഷ വിരുദ്ധ ചേരിയിലേക്ക് ഇവർ ഈ വോട്ടുകളെല്ലാം ചെന്ന് അടിയുന്നതിന് കാരണമായി തീരുന്നു. മറ്റൊന്നാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, വർഗീയത എന്ന് പറയുന്ന ഒന്നിനെ. ഇവിടെ ഒരു ഇടതുപക്ഷം ന്യൂനപക്ഷങ്ങൾക്കെതിരാണ് എന്നൊരു ധാരണ കുറച്ച് കാലമായി ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആഗോള അയ്യപ്പ സംഗമത്തിന് ശേഷം ഈ ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയൊരു മാറ്റം അതാണ്. ഇടതുപക്ഷ ന്യൂനപക്ഷ വിരുദ്ധരാണ് എന്നൊരു മുദ്രകുത്തൽ എവിടെയൊക്കെയോ നടക്കുന്നുണ്ട്. അതും ഈ പറയുന്ന കനകോലു സിദ്ധാന്തത്തിൻ്റെ ഭാഗമാണ്. അത് നമ്മൾ മനസ്സിലാക്കാതെ പോകരുത്. അങ്ങനെ തുടങ്ങി സംസ്ഥാന സർക്കാരിന് എതിരായി ഒരു വലിയ വികാരം സൃഷ്ടിച്ചെടുക്കാൻ കനകോലുവിൻ്റെ തന്ത്രങ്ങൾക്ക് കഴിയുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്.
അങ്ങനെ ഒരു സാഹചര്യം ഉള്ളപ്പോൾ പരമാവധി വിജയിക്കാൻ സാധ്യതയുള്ള നേതാക്കന്മാരെ ഇറക്കിയിട്ട് തന്നെ വേണം നമ്മളിവിടെ പരീക്ഷ നടത്താൻ. ഇവിടെ കനകോലുവും UDF-ഉം എല്ലാം കൂടെ പ്ലാൻ ചെയ്തുകൊണ്ട് നടത്തുന്ന പല സർവേകളും നമ്മളെടുത്ത് പരിശോധിച്ചാൽ മതി. ആ സർവേകളിലെല്ലാം മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് ഏറ്റവും കൂടുതൽ ശതമാനം വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരാൾ VD സതീശനാണ്. 100 സീറ്റോളം കിട്ടിയില്ലെങ്കിൽ തന്നെയും ഒരു 80 മുതൽ 85 വരെ സീറ്റുകൾ നേടാൻ സാധ്യതയുള്ള ഒരു മുന്നണിയായി UDF മാറുകയും ചെയ്യുന്നു. പല സർവേ ഫലങ്ങളും നമ്മളെടുത്ത് പരിശോധിച്ചാൽ മതി. കാശ് കൊടുത്തിട്ടുള്ള സർവേ ആണെന്ന് ഒരിക്കൽ ചെന്നിത്തല തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ഇതിങ്ങനെ ഒരു വലിയ പ്രതിസന്ധിയായി നമ്മുടെ മുന്നിൽ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ തീർച്ചയായും മത്സരിക്കാൻ യോഗ്യതയുള്ളവരെ തന്നെ ഇറക്കി വേണം പരീക്ഷിക്കാൻ. ശൈലജ ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം ശൈലജ ടീച്ചറിന് കഴിഞ്ഞ 2016 മുതൽ 2021 വരെയുള്ള കാലഘട്ടത്തിൽ ആ ടീച്ചർ നമ്മുടെ ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി നൽകിയിട്ടുള്ള സംഭാവനകൾ എടുത്ത് പരിശോധിച്ച് നോക്കണം. അത് നമ്മൾ പരിഗണിക്കേണ്ടതാണ്. രണ്ടാം വട്ടവും 2021 വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഏകദേശം 99 സീറ്റുകളോടുകൂടി ഇടതുപക്ഷം അധികാരത്തിലേക്ക് എത്തുമ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന ഒരേയൊരു പേര് ശൈലജ ടീച്ചറിൻ്റെതായിരുന്നേ. ശൈലജ ടീച്ചർ ഇവിടെ വന്നിരുന്നെങ്കിൽ ശൈലജ ടീച്ചർ അടുത്ത മന്ത്രിയായി മാറും എന്ന് വിശ്വസിച്ചിരുന്ന 90% വോട്ടർമാരുണ്ടായിരുന്നു നമ്മുടെ കേരളത്തിൽ. അവരെ നിരാശപ്പെടുത്തുന്ന തീരുമാനം ഉണ്ടായി എന്നുള്ളത് വസ്തുതയാണ്, അതവിടെ നിൽക്കട്ടെ. എന്നാൽ പിന്നീട് ഇങ്ങോട്ട് വന്ന വീണ ജോർജിനെ പോലുള്ള ഒരു മന്ത്രി പിന്നീട് വളരെ എഫിഷ്യൻ്റ് ആയിട്ട് ആ വകുപ്പിനെ ഹാൻഡിൽ ചെയ്തു എന്നുള്ളതും വസ്തുത തന്നെയാണ്. ആരും മോശക്കാരായ ആരും മോശപ്പെട്ട മന്ത്രിമാരായിരുന്നില്ല എന്നത്. AM ഷംസീറിനെ പോലെയുള്ള നേതാക്കന്മാർ എന്തായിരുന്നാലും മന്ത്രിസഭാ രൂപീകരണത്തിൽ നമുക്ക് ആവശ്യമാണ്. അവിടെ സ്പീക്കർ എന്നുള്ള നിലയ്ക്കപ്പുറത്ത് ചെയ്യുന്നതുകൊണ്ട് AM ഷംസീർ എന്ന് പറയുന്ന ആ നേതാവിനെ ഒരു മന്ത്രി എന്നുള്ള നിലയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ ബാധ്യതയുള്ളവരാണ് CPM പ്രവർത്തകർ. CPM നേതൃത്വത്തിന് അതിന് സാധിക്കണം. ശൈലജ ടീച്ചറിനെ വെറുതെ ഉയർത്തിക്കൊണ്ടുവന്നാൽ മാത്രം പോരാ. ശൈലജ ടീച്ചറിന് മട്ടന്നൂർ തന്നെ സീറ്റ് കൊടുക്കുകയും അതോടൊപ്പം തന്നെ ശൈലജ ടീച്ചറിനെ ഒരു മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും മികച്ച വകുപ്പുകൾ തന്നെ അല്ലെങ്കിൽ ഏറ്റവും മികച്ച വകുപ്പ് തന്നെ ശൈലജ ടീച്ചറിന് കൊടുത്ത് ശൈലജ ടീച്ചറിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി മറ്റൊരു കാര്യം കൂടി നമ്മൾ പരിശോധിക്കും. ഇവിടെ തോമസ് ഐസക് ഒരുപക്ഷേ കിഫ്ബി എന്ന് പറയുന്ന ഒന്നിനെ നമ്മുടെ കേരളത്തിലേക്ക് കൊണ്ടുവരികയും ഈ കിഫ്ബി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ കേരളത്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് രംഗത്ത് വിപ്ലവകരമായ ഒരു മാറ്റം ഉണ്ടാക്കുകയും ചെയ്ത ഒരു മന്ത്രിയായിരുന്നു തോമസ് ഐസക്. അദ്ദേഹം ധനകാര്യ വകുപ്പ് മന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഈ പറയുന്ന വികസന പ്രവർത്തനങ്ങളെല്ലാം നമ്മുടെ സംസ്ഥാനം നടപ്പിലാകുന്നത്. കിഫ്ബിയെ കൊണ്ടുവന്നത് അതിൻ്റെ തുടക്കം മാത്രമാണ്, പിന്നീട് നമ്മൾ ഇങ്ങോട്ട് കാണുന്നതല്ല. അപ്പോൾ തോമസ് ഐസക്കിനെ പോലെ ഒരു നേതാവ് ഒരിക്കലും പുറത്തിരിക്കേണ്ട ഒരാളല്ല എന്നുള്ളൊരു വസ്തുത നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പം തോമസ് ഐസക്കിനെ പോലുള്ള ഒരു നേതാവിനെ തിരിച്ചെത്തിക്കുക. സുധാകരൻ അദ്ദേഹം ഇരുന്നിട്ടുള്ള ഒരു കാലഘട്ടത്തിലും ഒരു വകുപ്പിനും യാതൊരു തരത്തിലുള്ള ദോഷവും ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. അദ്ദേഹം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിലും അതോടൊപ്പം ദേവസ്വം ബോർഡ് വകുപ്പിൽ അദ്ദേഹം ഇരുന്ന കാലഘട്ടത്തിലും ഒന്നും യാതൊരു തരത്തിലുമുള്ള ബുദ്ധിമുട്ടുകളും നമ്മുടെ സംസ്ഥാനത്തിന് ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഏറ്റവും മുതിർന്ന ഒരു CPM നേതാവ് തന്നെയാണ്. ആ ഒരു ഭാഗവും ഒരുപക്ഷെ ക്ലിയറാക്കി കൊണ്ടുപോകേണ്ടതുണ്ട്. അപ്പം ഇങ്ങനെ തുടങ്ങിയ നിരവധിയായ കാര്യങ്ങൾ ഈ പറയുന്ന പോലെ നമുക്കറിയാം. ശിവൻകുട്ടി ഒരു കാലഘട്ടത്തിൽ പോലും അദ്ദേഹത്തിന് ഒരു കാലഘട്ടത്തിലും ഒരു മന്ത്രിസഭയിലുള്ള ഒരു മന്ത്രി പോലും ഇങ്ങനെ ഒരു മന്ത്രി അപ്പൂപ്പൻ എന്നുള്ള വിളി ജനങ്ങളിൽ നിന്ന് കുട്ടികൾക്കിടയിൽ നിന്ന് കേട്ടിട്ടുണ്ടാവില്ല. എന്നാൽ അങ്ങനെ ഒരു വിളി അദ്ദേഹത്തിന് അർഹിക്കുന്നുണ്ടെങ്കിൽ അത്രത്തോളം പ്രാധാന്യത്തോടു കൂടി വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ വിദ്യാർത്ഥി സമൂഹം അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞു എന്നുള്ളത് തന്നെയാണ് നമ്മൾ അറിയേണ്ട ഒരു കാര്യം. അപ്പോൾ ശിവൻകുട്ടിയെ പോലുള്ള ഒരു മന്ത്രി തീർച്ചയായിട്ടും അല്ലെങ്കിൽ അദ്ദേഹത്തിന് സീറ്റ് നൽകേണ്ടതുണ്ട്. പിന്നെ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ ശൈലജ ടീച്ചർ തന്നെയാണ്. അക്കാര്യത്തിൽ യാതൊരു മാറ്റവുമില്ല. ശൈലജ ടീച്ചർ എന്താണ് കഴിഞ്ഞ 2016 മുതൽ 2021 വരെയുള്ള കാലഘട്ടം നമ്മുടെ സംസ്ഥാനം സഞ്ചരിച്ചതിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട സാഹചര്യങ്ങളിലൂടെ ആയിരുന്നു യാത്ര ചെയ്തത്. ആദ്യം നമുക്ക് പ്രളയം ഉണ്ടാകുന്ന സമയത്ത് നമുക്കറിയാം അവിടെയും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അവർക്ക് വേണ്ട കരുതൽ ഒരുക്കുക എന്നുള്ളത് ഈ നമ്മുടെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിരുന്നു. 2016 ഇപ്പോൾ പറയുന്നല്ലോ 2017 സർജറി നടക്കുന്ന ഹർഷീന എന്ന് പറയുന്ന ഒരു യുവതിയുടെ 2021 സർജറി നടന്നതാണ് ഇപ്പോൾ നിലവിൽ ആ വയറിനുള്ളിൽ വണ്ടാനം മെഡിക്കൽ കോളേജിൽ നടന്നത്. അപ്പം ഇങ്ങനെ നമ്മൾ ഓരോന്നിടത്ത് പരിശോധിക്കുമ്പോഴും 2016 പിന്നെ ശൈലജ ടീച്ചർ അധികാരമേൽക്കുമ്പോൾ അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പിലേക്ക് ശൈലജ ടീച്ചർ എത്തുമ്പോൾ ശരിക്കും നമ്മുടെ ആരോഗ്യ വകുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ ആയിരുന്നു എന്നുള്ളത് നമ്മുടെ കേരളത്തിലുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാം. ആശുപത്രിയിൽ മരുന്നില്ല, ഡോക്ടർമാരില്ല, സൗകര്യങ്ങളില്ല, കിടത്തി ചികിത്സിക്കാനുള്ള വകുപ്പുകളില്ല. ആകെ ജനറൽ ആശുപത്രികളും ജില്ലാ ആശുപത്രികളും എല്ലാം തകർന്ന് തരിപ്പണമായി താറുമാറായി കിടന്നൊരു കാലം. ഇവരിപ്പോൾ പറയുന്നില്ല വെന്റിലേറ്ററിലാണ് ആരോഗ്യരംഗം. പക്ഷേ അന്ന് നമ്മുടെ കേരളത്തിൻ്റെ ആരോഗ്യരംഗം മോർച്ചറിയിലായിരുന്നു.
ഏകദേശം 5 വർഷക്കാലം മോർച്ചറിയിലിരുന്ന ഒരു വകുപ്പാണ് ഈ ശൈല ടീച്ചറിൻ്റെ കയ്യിലേക്ക് കിട്ടുന്ന ആരോഗ്യവകുപ്പ്. എന്നാൽ 2016-17 കൂടി ഈ മോർച്ചറിയിൽ കിടന്ന ആരോഗ്യവകുപ്പിനെ എടുത്ത് വെന്റിലേറ്റർ വരെ എത്തിക്കാൻ ശൈല ടീച്ചർക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ മരിച്ച് വിറങ്ങലിച്ച് കിടന്ന ഒരു വകുപ്പിനെ വളരെ എളുപ്പത്തിൽ തന്നെ കൊണ്ടുവരികയും പെട്ടെന്ന് 2018 ആയപ്പോൾ നമുക്ക് പ്രളയം ഉണ്ടാവുകയും ചെയ്യുന്നു. ആ പ്രളയത്തിൽ ഒരുപക്ഷെ കേരളത്തിൽ ഇങ്ങനെ ഒരു സർക്കാർ ഉണ്ടായിരുന്നില്ലായിരുന്നെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ പിന്നീട് അങ്ങോട്ട് നിപ എന്ന് പറയുന്ന ഒരു രോഗം നമ്മുടെ സമൂഹത്തിലേക്ക് വല്ലാത്ത രീതിയിൽ പിടിമുറുക്കി. ആ സാഹചര്യത്തിൽ അതിൻ്റെ ഒരു ഉറവിടം കണ്ടെത്തുക എന്ന് പറയുന്ന വളരെ ശ്രമകരമായ ഒരു ഉദ്യമം ഉണ്ടായിരുന്നു. അതിനുവേണ്ടി ശൈല ടീച്ചർ തന്നെ അഹോരാത്രം പണിയെടുക്കും. എന്ന് വെച്ചാൽ ആ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിനെ തന്നെ വേണ്ടും വിധം ഏകോപിപ്പിച്ചുകൊണ്ട് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനും നിപ എന്ന് പറയുന്ന ഒരു വൈറസിന് എതിരായി നമുക്ക് പ്രതിരോധം ഉണ്ടാക്കിയെടുക്കാനും സാധിച്ചു. അതാണ് ശൈല ടീച്ചർ ഈ പറയുന്ന നമ്മുടെ 2016 വരെ താറുമാറായി കിടന്ന ഒരു വകുപ്പ് ഉപയോഗിച്ചുകൊണ്ട് പിന്നീട് നമ്മുടെ കേരളം ഡെവലപ്പ് ചെയ്തു വരുന്ന സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. കോവിഡൊക്കെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ശൈല ടീച്ചർ എത്ര സജ്ജമാക്കി കഴിയുന്നു നമ്മുടെ ആരോഗ്യമേഖലയെ എന്നതിനെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ ശൈല ടീച്ചർ എടുത്ത കരുതലിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രവർത്തനത്തിൻ്റെയും ഏകോപനത്തിൻ്റെയും ഒക്കെ ആകത്തുകയായി ആ ടീച്ചറിനെ എല്ലാവരും ടീച്ചറമ്മ എന്ന് വിളിച്ച് വിശേഷിപ്പിച്ചു. അവിടെ രാഷ്ട്രീയമായ യാതൊരു മാറ്റവും ഉണ്ടായിരുന്നില്ല, രാഷ്ട്രീയമായ വേർതിരിവുകൾ ഉണ്ടായിരുന്നില്ല, വർഗീയമായ വേർതിരിവുകൾ ഉണ്ടായിരുന്നില്ല, മതപരമായിട്ടോ ജാതീയമായോ ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഒരേ സ്വരത്തിൽ ടീച്ചറമ്മ എന്ന് തന്നെ വിളിച്ചു. എന്തുകൊണ്ടാണ് അങ്ങനെ ആ ഒരു വിളി ശൈല ടീച്ചർക്ക് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ജീവിതത്തിൽ ഒരു കൃത്യമായ ഇടപെടലുകൾ, അതായത് നമ്മളെ മരണത്തിൻ്റെ വക്കിൽ നിന്നും രക്ഷിച്ച് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ആ ടീച്ചർ അഹോരാത്രം പണിയെടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു വിളി നൽകിയത്. അപ്പം വീണ്ടും 2021 എത്തിയപ്പോൾ ജനം തീർച്ചയായിട്ടും ആഗ്രഹിച്ചു ശൈല ടീച്ചർ തന്നെ വീണ്ടും മന്ത്രിയായി നമ്മളുടെ ഇടയിലേക്ക് എത്തണം. അതെല്ലാവരും ആഗ്രഹിച്ചു, ഇനിയും ആഗ്രഹിക്കുന്നുണ്ട്. ശൈല ടീച്ചറിനെ പോലെ ശക്തയായ ഒരു നേതാവ് നമ്മുടെ കേരളത്തിൻ്റെ ഒരു മന്ത്രി എന്നുള്ള ഏതെങ്കിലും ഒരു നല്ല മികച്ചൊരു വകുപ്പിൻ്റെ മന്ത്രി എന്നുള്ള നിലയിലേക്ക് എത്തണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. അതോടൊപ്പം തലമുറ മാറ്റത്തിൻ്റെ ഭാഗമായി നമുക്കൊരു സെക്കൻഡ് ജനറേഷൻ മന്ത്രിമാർ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം തീർത്തും എം സ്വരാജിനെ പോലെയുള്ള ആളുകളെ നമ്മുടെ കേരളത്തിന് ആവശ്യമാണ്. AN ഷംസീറിനെ പോലുള്ള ആളുകളെ നമുക്ക് ആവശ്യമാണ്. MB രാജേഷിനെ പോലുള്ള മന്ത്രിമാരെ നമുക്ക് ആവശ്യമാണ്. മുഹമ്മദ് റിയാസിനെ പോലുള്ള മന്ത്രിമാരെ നമുക്ക് ആവശ്യമാണ്. P രാജീവിനെ പോലുള്ള നല്ല ദീർഘവീക്ഷണമുള്ള മന്ത്രിമാരെ നമുക്ക് ആവശ്യമാണ്. അങ്ങനെ അനവധിയായ മന്ത്രിമാരെ നമുക്ക് നമ്മുടെ കേരളത്തിൻ്റെ ഇനിയും അങ്ങോട്ടുള്ള തുടർ വികസന പ്രവർത്തനങ്ങൾക്ക് ശരിക്കും ഇത്രയും ആൾക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മന്ത്രിസഭ കേരളത്തിലുള്ളവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇതൊരു കോറായിട്ടുള്ളൊരു മന്ത്രിസഭയാണ്. തീർച്ചയായിട്ടും ശക്തമായ ഒരു മന്ത്രിസഭയായി മാറാൻ, അല്ലെങ്കിൽ അങ്ങനെ ഒരു മന്ത്രിസഭയാക്കി മാറ്റാൻ തീർച്ചയായിട്ടും ഈ ഇത്തരത്തിലുള്ള നേതാക്കന്മാരുടെ സാന്നിധ്യം കൊണ്ട് കഴിയും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അമിത ആത്മവിശ്വാസത്തിൻ്റെ പുറത്തു നിന്നുകൊണ്ട് നമുക്ക് അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇനി ഓരോ നീക്കവും വളരെ ശ്രദ്ധാപൂർവമായിരിക്കണം. കാര്യം കള്ളം പറഞ്ഞുകൊണ്ടും വർഗീയതയുടെ വലിയൊരു തുലനത്തിലൂടെയും അല്ലെങ്കിൽ വർഗീയത വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടും ഒരു മൂന്നാം മുന്നണിയുടെ സാന്നിധ്യം നമ്മുടെ കേരളത്തിൽ അറിഞ്ഞു തുടങ്ങിയ സാഹചര്യത്തിലും ഓരോ നീക്കങ്ങളും വളരെ ശ്രദ്ധാപൂർവമാണെങ്കിൽ മാത്രമേ ഈ രീതിയിൽ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് വീണ്ടും ഒരു തുടർഭരണം എന്നുള്ള നിലയിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. അതിന് പറ്റിയ അതുകൊണ്ടാണ് സൂചിപ്പിച്ചത് ശൈല ടീച്ചർ ഉണ്ടാവണം മന്ത്രിസഭയിൽ, ഈ പറയുന്ന പോലെ G സുധാകരൻ ഉണ്ടാവണം നമ്മോടൊപ്പം. അതോടൊപ്പം തോമസ് ഐസക്കിനെ പോലുള്ള നേതാക്കന്മാരും മന്ത്രിമാരും ഒക്കെ നമ്മുടെ പ്രാവീണ്യമുള്ള നല്ല അനുഭവ പരിചയ സമ്പത്തുള്ള മന്ത്രിമാർ കൂടി വരും മന്ത്രിസഭയിൽ ഉണ്ടാകണമെന്നുള്ളത് ജനം ആവശ്യപ്പെടുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.